ഇത് പാർക്കിലെ സെക്കൻഡ് വീഡിയോ കേട്ടോ. ഫസ്റ്റ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, എല്ലാവരും ഒന്ന് കയറി കാണണേ മറക്കല്ലേ. അത് കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഇത് കാണാവേ. അവിടെ അങ്ങ് പാർക്കിങ് വേറെ നല്ല തിരക്കായി തുടങ്ങി കേട്ടോ. നിങ്ങൾ വേഗം ഇറങ്ങാൻ വേണ്ടി അടുത്ത ഇതിലേക്ക് പോയി കേട്ടോ. പിന്നീട് കയറിയത് ഇതില്ല കേട്ടോ. ഇതിലൊക്കെ കയറി കുറച്ച് നേരം ഇങ്ങനെ ബൗൺസ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇതിന് വലുതൊക്കെ അവിടെ കിടപ്പുണ്ട്, അതിലൊന്നും അവൻ തീരെ കയറത്തില്ല. ഇതിലെങ്കിലും ഒന്ന് കയറുന്ന പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ് കയറിയത്. ഇതിൽ 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കുള്ളത് കേട്ടോ. ഇത് പുതിയതായിട്ട് വന്നൊരു റൈഡാട്ടോ. ഇതിലിങ്ങനെ നന്നായിട്ട് ബൗൺസ് ചെയ്ത് നിൽക്കുക. ആ നടുക്കുമായിട്ടോ ചെയ്യേണ്ടത്. ഇവൻ ചുമ്മാ ഈ സൈഡിൽ നിന്ന് ചാടുന്നതേ ഉള്ളൂ. അത് ഞാൻ ഇനി കൊണ്ടുവരത്തില്ല, ഇനി ഇത് കയറിയില്ലേ കൊണ്ടുവരത്തില്ല എന്നൊക്കെ പറഞ്ഞത് ചുമ്മാ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാട്ടോ. ഇത് പിന്നെ ഇവനല്ല കേട്ടോ ഈ കുലിക്കുന്നതൊന്നും. ഈ സൈഡിൽ നിൽക്കുന്ന നടുക്കുന്ന ഇതിൻ്റെ ഇത് കാരണം സൈഡിൽ നിൽക്കുന്നത് ചുമ്മാ ഇവൻ നിന്ന് അനങ്ങുന്നേ ഉള്ളൂ. ഇവിടെ നീ ചുമ്മാ കാണിപ്പേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങനെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ബോട്ടിങ്ങിലായി പോയത് കേട്ടോ. ഇത് അവന് വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണ്. 30 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ടിക്കറ്റ്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇതിലവനും കയറാൻ വലിയ ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പക്ഷേ ഈ തവണ എന്ത് പറ്റിയെന്നറിയില്ല, വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ വട്ടമൊക്കെ വന്നപ്പോൾ ഇതിനകത്ത് കയറാതെ ഇതിൽ തന്നെ കിടക്കുമായിരുന്നു. പക്ഷേ ഈ വട്ടം വന്നിട്ട് അവന് വലിയതായിട്ട് കറക്കൊന്നുമില്ല. ബാക്കിലോട്ട് തന്നെ കറക്കിയിട്ട് എല്ലാവരും കയ്യിൽ ഇടിയും കൊണ്ട് ആ മൂലയ്ക്ക് പോയി കിടക്കുമായിരുന്നു. പിന്നെ അവർ തള്ളി വിടും. പിന്നെ ആ മൂലയ്ക്ക് തന്നെ വന്ന് കറക്റ്റായിട്ട് എങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ല. കറക്റ്റായിട്ട് ആ മൂലയ്ക്ക് തന്നെ പിന്നെയും വരുമായിരുന്നു. ഈ വട്ടം എന്താ പറ്റിയെന്ന് അറിയത്തില്ല, വലിയ ആക്റ്റീവ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് നേരം എടുത്തു കഴിഞ്ഞിട്ട് അവൻ പറയും വാ പോവാൻ മതി, ഞാൻ അത്രയും കറക്കിയൊക്കെ മതി എന്നൊക്കെ പറയും. പിന്നെയും അവരെങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും തള്ളി വിടും. പിന്നെയും ഇടിയൊക്കെ കിട്ടി ആ മൂലയ്ക്ക് എന്നെ വന്ന് കിടക്കുമായിരുന്നു. അത് തന്നെ ആയിരുന്നു സ്ഥിരം പരിപാടി. സാധാരണ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. സാധാരണ ഇതിനകത്ത് ഇറങ്ങുന്ന അവന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മതി പോവാന്നൊക്കെ ആട്ടോ എന്നോട് പറയുന്നത്. ഞാൻ കറക്കി അത് മതി എന്നൊക്കെയാണ്ടോ പറയുന്നത്. എന്നിട്ടും കുറച്ച് നേരം നിൽക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തുന്നത് കേട്ടോ. പിന്നെയും ഞാൻ കറക്കാനൊക്കെ പറയും. എന്നിട്ട് മതി എന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരുവിധം ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പിന്നെയും ബാക്കിലോട്ട് കറക്കാനുള്ള ടെൻഡൻസി കാരണം അവൻ വീണ്ടും ബാക്കിലോട്ട് തന്നെ കറക്കും കേട്ടോ. അങ്ങനെ കറക്കുമ്പോൾ വീണ്ടും എല്ലാവരും കയ്യിൽ നിന്ന് ഇടിയും കൊണ്ടുവന്ന് ആ മൂലയ്ക്ക് പോയി കറക്റ്റായിട്ട് ആ മൂലയ്ക്ക് തന്നെ എങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ല. കറക്റ്റായിട്ട് കണ്ടേ അടുത്ത ഇടിയും കൊണ്ട് ആ മൂലയ്ക്ക് തന്നെ പോയി കിടക്കും. പിന്നെയും അവരും അവിടെ നൊന്തിത്തള്ളി കേട്ടോ വിടുന്നത്. ഏറ്റവും അവസാനം ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മതി അവനെ ഇങ്ങെടുത്തോ എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഇങ്ങെടുത്ത് മതിയാക്കി ഇങ്ങനെ തന്നെ കേട്ടോ. പക്ഷേ ഇവനെക്കാട്ടി മുമ്പേ ഇറങ്ങിയത് കയറാതെ പോലെ അവിടെ കിടപ്പുണ്ട്. എന്നുവെച്ചാൽ ഈ ഭാഗത്തായിട്ടോ വന്നത്. പിന്നെ ഞങ്ങൾ അധികം നേരം ഇവിടെ നിന്നില്ല, ഒരു ഐസ്ക്രീമും കുടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കളിപ്പാട്ടമൊന്നും വാങ്ങാനൊന്നും കളിപ്പാട്ടോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.